ചെറിയ ഹോളുകളെ നമുക്ക് റീമർ ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്ത് ആ ഒരു സൈസിലേക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു. നെഗറ്റീവ് റേറ്റ് ആംഗിൾ ആണ് ഏതിൽ വരുന്നത്? റീമറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങളുടെ ഫിറ്റർ എക്സാമിന്റെ പഠനമൊക്കെ എന്തായി? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എന്താ ഇനി 35 ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ? 30-35 ദിവസം മാത്രമേ ഉള്ളൂ. ഏപ്രിൽ പകുതി കഴിയുന്നതോടെ എക്സാമുമായി അല്ലേ? ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് വേണം? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് PSC ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം? നിങ്ങൾക്കറിയാം ഇപ്പം PSCൻ്റെ കാര്യം അല്ലേ? PSC എന്താ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പഠിക്കാം, അത്തരം കാര്യങ്ങളിലേക്കും നിങ്ങളുടെ പഠനം കൊണ്ടുപോകണം. ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെപ്പോലെ തന്നെ ബാക്കിയുള്ളവരും ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. ഒട്ടനവധി അവസരങ്ങളാണ് അല്ലേ? KW വാട്ടർ അതോറിറ്റി, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഫിറ്റർ തസ്തികയിലേക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോഴെന്താ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഒട്ടനവധി അപേക്ഷകരുണ്ട്, ഒട്ടനവധി ആൾക്കാർ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പുറകിലാകരുത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇനി എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായി പഠിക്കാം എന്ന് വേണം നിങ്ങൾ ആലോചിക്കാൻ. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റീമർ. റീമർ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റീമർ എന്താണ്? റീമർ കേട്ടിട്ടുണ്ടോ? റീമർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റീമർ? റീമർ എന്ന് പറയുന്ന ടൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഡ്രില്ല് കേട്ടിട്ടുണ്ട്, എന്താ ടാപ്പ് കേട്ടിട്ടുണ്ട്, ഡൈ കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടൂളാണ് എന്ത്? റീമർ എന്ന് പറയുന്നത് അല്ലെ? ഡ്രില്ല് എന്തിനാ? ഹോൾ ചെയ്യാൻ. ടാപ്പിംഗ് എന്തിനാ? ഇന്റേണൽ ത്രെഡ് ചെയ്യാൻ. ഡൈ എന്തിനാ? എക്സ്റ്റേണൽ ത്രെഡ് ചെയ്യാൻ. അപ്പൊ റീമർ എന്തിനാ? പറഞ്ഞോ, റീമർ എന്തിനാ? റീമർ ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മള് ഡ്രില്ല് ചെയ്തിരിക്കുന്ന ഹോളിനെ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ തന്നിരിക്കുന്ന അളവിലേക്ക് മാറ്റുവാൻ വേണ്ടി അല്ലെ? നമ്മൾ ഡ്രില്ല് ചെയ്യുക, നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഹോളിന്റെ അളവിനെക്കാളിയും കുറച്ചുകൂടി അളവ്, ചെറിയൊരു അളവ് പൊടിക്ക് കുറച്ചുകൊണ്ടാണ് ഡ്രില്ല് ചെയ്യുന്നത്. ആ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഹോളിനെ നമ്മൾ ഫിനിഷിങ്ങിൽ ചെയ്ത് ഫൈനൽ സൈസിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? റീമർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റീമർ എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? റീമർ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ്. എന്താ? ഹോളിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടി അല്ലെ? ചെയ്തിരിക്കുന്ന ഹോളിനെ കുറച്ചും കൂടി എൻലാർജ് ചെയ്ത് അതിന്റെ സൈസിലേക്ക് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീമർ എന്ന് പറയുന്നത്. നോക്കിക്കേ, വാട്ട് ഈസ് എ റീമർ? എന്താണ് റീമർ? എ റീമർ ഈസ് എ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓർക്കേണ്ട കാര്യം, സിംഗിൾ പോയിന്റ് ടൂൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതേപോലെ എന്താ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസും പഠിക്കാനുണ്ട്. റീമറിനെ സംബന്ധിച്ചിടത്തോളം റീമർ എന്താ? റീമർ എന്ന് പറയുന്നത് ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. യൂസ്ഡ് ഫോർ എൻലാർജിങ് ബൈ ഫിനിഷിംഗ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ ഇൻ ആക്യുറേറ്റ് സൈസസ്. അതായത് നമ്മൾ മുന്നേ ഡ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളിനെ എന്താ എൻലാർജ് ചെയ്യുന്നതിനോടൊപ്പം ആക്യുറേറ്റ് സൈസിലേക്ക് മാറ്റുവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റീമർ യൂസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി സർഫസ് ഫിനിഷ് ആണ്. നിങ്ങൾക്കറിയാം റീമർ എങ്ങനെയാണ്? നമ്മൾ 90 ഡിഗ്രിയിൽ ട്രൈസ്കോർ ഒക്കെ വെച്ച് 90 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മളെന്താ ടേൺ ചെയ്യും അല്ലെ? ഒരിക്കലും റിവേഴ്സ് ടേൺ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ടേൺ ചെയ്തുകൊണ്ടാണ് അവിടെ ഫിനിഷിങ് ചെയ്യുന്നത്. എന്താ? ഹൈ ക്വാളിറ്റി സർഫസ് ഫിനിഷ് ആയിരിക്കും. സർഫസ് ഫിനിഷ് ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഡയമെൻഷണൽ ആക്യുറസി ഈസ് ക്ലോസ് ടു ലിമിറ്റ്. ലിമിറ്റിന് അടുപ്പിച്ചായിരിക്കും നമ്മളുടെ ഡയമെൻഷണൽ ആക്യുറസി. ലിമിറ്റ് എന്താ? ലിമിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ. അവിടെയാണ് നിങ്ങൾക്ക് എന്താ ഡീവിയേഷനും ടോളറൻസും പോലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടച്ച് ചെയ്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം പഠിച്ചുകൊണ്ട് നോട്ട് ചെയ്യുക ലിമിറ്റ് എന്താ. അപ്പൊ ലിമിറ്റ് നമ്മളുടെ ആ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ലിമിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. ഓൾസോ സ്മോൾ ഹോൾ വിച്ച് കനോട്ട് ബി ഫിനിഷ്ഡ് ബൈ അതർ പ്രോസസ് ക്യാൻ ബി ഫിനിഷ്ഡ്. ചെറിയ ഹോളുകൾ, ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെറിയ ഹോളുകൾ, മറ്റു പ്രോസസ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ഹോളുകളെ നമുക്ക് റീമർ ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്ത് ആ ഒരു സൈസിലേക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊന്ന് ഡ്രില്ല് ചെയ്ത് അതിന് റീം ചെയ്തു. നമുക്ക് വേണ്ടിയിരുന്ന ഹോൾ എന്ന് പറയുന്നത് 12 mm ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഡ്രിൽ ബിറ്റിന്റെ ഡയമീറ്റർ എടുത്തു, 12 mm ഡ്രില്ല് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 12 mm ഡ്രില്ല് ഹോള് കിട്ടി. നമ്മൾ റീമർ ഇട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൈസുള്ള ഹോൾ ആവുമോ? ഇല്ല. എന്താ? 12-നെക്കാളിയും വലിയ സൈസ് ആയി പോകും അല്ലെ?
അപ്പൊ 12ന്റെ സൈസിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം ഡ്രില്ല് ചെയ്യുമ്പോൾ തന്നെ ആ ഡ്രില്ല് എന്താ റീമിയർ ചെയ്ത് കിട്ടേണ്ട സൈസ്, റീമറിൽ എത്ര ഭാഗം റിമൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രില്ലിന്റെ സൈസും കൂടി കൺസിഡർ ചെയ്യാൻ. അതായത് ഡ്രില്ലിന്റെ സൈസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഒന്ന് നോക്കിക്കേ. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ഒരിക്കൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എന്താണ്? ഡ്രിൽ സൈസ്. നമ്മൾ റീമിങ്ങിങ് ചെയ്യേണ്ട ഓപ്പറേഷനിലെ ഡ്രില്ല് ചെയ്യേണ്ടതിന്റെ സൈസ് എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ റീമിങ് ചെയ്യുന്ന ഓപ്പറേഷനിൽ ഡ്രിൽ സൈസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഡ്രിൽ സൈസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് റീമിഡ് സൈസ്. അതായത് നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുന്ന സൈസ്, റീമിഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. റീമിഡ് സൈസ് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഇതാണ് നമുക്ക് ഡ്രിൽ സൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താണ് അണ്ടർ സൈസ്, എന്താണ് ഓവർ സൈസ്? ഓക്കെ, അണ്ടർ സൈസിന്റെ ഒരു പട്ടിക നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ. ഡിഫറെന്റ് ഡയമീറ്റർ ആയിട്ട് വരുന്ന ഹോളിലാണെങ്കിൽ നമ്മൾ അണ്ടർ സൈസ് ഡിഫറെന്റ് ആയിട്ടാണ് എടുക്കുക. ഇവിടെ കാണാം 5ന് താഴെയുള്ളതാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? 0.1 മുതൽ 0.2 mm വരെയാണ് അണ്ടർ സൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ അണ്ടർ സൈസിന്റെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് 5 mm താഴെയുള്ള ഹോൾ ആണെങ്കിൽ 0.1 to 0.2 ആയിരിക്കും. 5 മുതൽ 20 വരെ ആണെങ്കിൽ 0.2 to 0.3 ആയിരിക്കും. 21 to 50 ആണെങ്കിൽ 0.3 to 0.5 ആയിരിക്കും. ഓവർ 50 ആണെങ്കിൽ നമ്മൾ 0.5 മുതൽ 1 mm വരെയുള്ള എന്തെടുക്കാറുണ്ട്? അണ്ടർ സൈസ് എടുക്കാറുണ്ട്. അപ്പോൾ ഓവർ സൈസ് എന്താ? ഓവർ സൈസ് നമ്മൾ എപ്പോഴും പൊതുവേ എടുക്കാറുള്ളത് 0.05 mm ആണ്. നമ്മളെ ഓവർ സൈസ് പൊതുവെ എടുക്കാറുള്ളത് 0.05 mm ആണ്. അണ്ടർ സൈസിന്റെ വാല്യൂ ആണ് നമ്മളുടെ ഡ്രില്ലിന്റെ സൈസിനനുസരിച്ച് മാറുന്നത്. അപ്പൊ നമ്മളുടെ ഡ്രിൽ സൈസ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലായോ? റീം ചെയ്ത് കിട്ടുന്ന ഡയമീറ്റർ മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ്. ഓവർ സൈസ് എപ്പോഴും 0.05 mm ആയിരിക്കും. അണ്ടർ സൈസ് ഓരോ ഡയമീറ്ററിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഒരു റീമറിന്റെ സൈസ്, ഡ്രിൽ സൈസ് കാണുന്നത്. ഓക്കെ അല്ലേ? അടുത്ത റീമറിന്റെ ഫിഗർ ഒന്ന് നോക്കിയേ. ഇവിടെ ടാപ്പർ ഷാങ്ക് കാണാം. ഇതിന്റെ ബോഡി പാർട്ട് ഒന്ന് നമുക്ക് നോക്കാനുണ്ട്. ആ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. ടാപ്പർ ഷാങ്ക്, അതേപോലെ തന്നെ പാരലൽ ഷാങ്ക്. ഷാങ്ക് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് പാരലൽ, അതേപോലെ തന്നെ ഇതാണ് ടാപ്പർ ആയിട്ട് വരുന്ന ഷാങ്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടാപ്പർ ഷാങ്കിൽ ഏതാണ്? നമ്മൾ മെഷീൻ റീമർ ആണ് അല്ലെ. പാരലൽ ഷാങ്ക് ആണെങ്കിൽ എന്താ? ഹാൻഡ് റീമർ ആയിരിക്കും. പാരലൽ ആണെങ്കിൽ ഹാൻഡ് റീമർ. മെഷീൻ റീമറിന് എപ്പോഴും നമ്മൾ മോസ് ടാപ്പർ അല്ലെങ്കിൽ ടാപ്പർ കൊടുക്കാറുണ്ടല്ലേ. മോസ് ടാപ്പർ എന്ന് പറയുന്നതാണ് MT എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. MT1 MT2 എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ പഠിക്കാനുണ്ട്. ആ ഒരു മോസ് ടാപ്പർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിനാ നമ്മൾ മെഷീൻ റീമർ എന്ന് പറയാറുണ്ട്. അപ്പൊ റീമറിന്റെ ഫിഗർ ഇതാണ്. ഇനി റീമറിന്റെ ഭാഗങ്ങളൊന്നും നമുക്ക് നോക്കാം. എന്താ റീമറിന്റെ ഭാഗങ്ങൾ? നോക്കിക്കേ. റീമറിന്റെ ബോഡി പോർഷൻ കാണാം. റീമറിന്റെ ബോഡി പോർഷൻ എവിടെ മുതൽ എവിടെയാ? റീമറിന്റെ എൻഡ് മുതൽ റീമറിന്റെ ഈ റിസസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ഇതിനെയാണ് നമ്മൾ റീമറിന്റെ ബോഡി എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ഷാങ്ക് എന്ന് പറയാറുണ്ട്. ഇത്രയും ഭാഗത്തിന് നമ്മളെ ഷാങ്ക് എന്ന് പറയും. ഓക്കെ, ബോഡി കഴിഞ്ഞാൽ ഷാങ്ക് ആയിരിക്കും. പിന്നെന്താ? നോക്കിക്കേ എന്താ ഉള്ളത്? കട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? കട്ടിംഗ് ലെങ്ത് എന്ന് പറയുന്ന ആ ബോഡി പാർട്ടിന്റെ ആ ഒരു റിസസ് ഒഴിവാക്കിയിട്ടുള്ള ആ ഭാഗത്തിനെയാണ് കട്ടിംഗ് പോർഷൻ അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു റിസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴി പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പുറമാണ് കട്ടിംഗ് വരുന്നത്, ഇപ്പുറമാണ് അതിന്റെ ഷാങ്ക് വരുന്നത്, അതിന്റെ ഇടയിലാണ് റിസസ് വരുന്നത്. കട്ടിംഗ് ലെങ്ത്തും റിസസും കൂടിയതാണ് ബോഡി. അതിന്റെ അപ്പുറം വരുന്ന ഭാഗത്തിനെയാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എൻഡ് തൊട്ട് മറ്റൊരു എൻഡ് വരെയുള്ള ലെങ്ത്തിനെ നമ്മൾ എന്ത് പറയും? ഓവറോൾ ലെങ്ത് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓവറോൾ ലെങ്ത് എന്ന് പറയും. കൂടാതെ അതിന്റെ അഗ്രഭാഗം നേരെയല്ല, ടാപ്പറും ബിവലും ഒക്കെ കാണാം അല്ലെ. അഗ്രഭാഗം ചെരിഞ്ഞിട്ടാ വരുന്നത്. നോക്കിക്കേ, ടാപ്പർ ലീഡ് കാണാം. ആദ്യം തന്നെ ഒരു ടാപ്പർ ലീഡ്, അതിന് മുന്നേ ഒരു ബിവൽ ലീഡ് കാണാം. ഇവിടെ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. ഇവിടെ ഒരു ബിവൽ ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ആംഗിൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു ടാപ്പർ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ഇവിടുന്ന് ഒരു ടാപ്പർ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. രണ്ട് ആംഗിൾ ഉണ്ടാവും. ഒന്നാമത് ബിവൽ ആംഗിൾ, അത് കഴിഞ്ഞ് ടാപ്പർ ആംഗിൾ ഉണ്ടാവും. പിന്നെ ആ ഒരു ടാപ്പർ ആംഗിളിന്റെ ഇവിടെ വരുന്ന ഇതിനെയാണ് നമ്മൾ ടാപ്പർ ലീഡ് എന്ന് പറയുന്നത്.
ടാപ്പർ ലീഡ്. അതിന് തൊട്ടപ്പുറം വരുന്ന എല്ലാത്തിനും നമ്മൾ എന്താ സർക്കുലർ ലാൻഡ് എന്ന് പറയും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിവൽ ലീഡ് അല്ലെ ബിവൽ ആംഗിൾ ഉണ്ടാവും. ബിവൽ ലീഡിന്റെ ആ ആംഗിളിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ബിവൽ ലീഡ് ആംഗിൾ. ഏറ്റവും അഗ്രഭാഗം ചെരിച്ചിട്ടാണ് ഉണ്ടാവുക. അതിലും കുറച്ചും കൂടി ചെരിഞ്ഞിട്ടായിരിക്കും. അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ സർക്കുലർ ആയിട്ട് പോകും. അതായത് ഇങ്ങനെ 3 കട്ടായിട്ട് ഉണ്ടാവുക. ഒരു ബിവൽ, ഒരു ടാപ്പർ, ഒരു സർക്കുലർ. ഒരു ബിവൽ, ടാപ്പർ, സർക്കുലർ, ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ആ ആംഗിളിനെ നമ്മൾ ബിവൽ ലീഡ് ആംഗിൾ എന്നും പറയാറുണ്ട്. അതിന്റെ ലെങ്ത്തിന് നമ്മൾ ബിവൽ ലീഡ് ലെങ്ത് എന്ന് പറയാറുണ്ട്. ഇനി ടാപ്പറിന്റെ ലെങ്ത് ആണെങ്കിൽ ടാപ്പർ ലീഡ് ലെങ്ത് എന്ന് പറയാറുണ്ട്. അതിന്റെ ആംഗിളിനെ ടാപ്പർ ലീഡ് ആംഗിൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗമാണ് ഇതിന്റെ കട്ടിങ് പോർഷൻ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്ലൂട്ട് പോലത്തെ ഭാഗം കാണാം അല്ലെ. നമ്മൾ ഡ്രിൽ ബിറ്റിന്റെ ഒക്കെ കേസിൽ പഠിച്ചതാണ്. ഇതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഫ്ലൂട്ട് കാണാം. ഫ്ലൂട്ട് എന്താ, ചിപ്പ് റിമൂവലിന് വേണ്ടിയിട്ടും ലൂബ്രിക്കേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടുമാണ് എന്താ ആ ഒരു ഫ്ലൂട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഞാൻ പറഞ്ഞു റീമർ ഒരിക്കലും ക്ലോക്ക് വൈസ് അല്ലാതെ ആന്റി ക്ലോക്ക് വൈസ് തിരിക്കത്തില്ല. ഓക്കെ, ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഭാഗങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്തു വെക്കണം ഈ ഒരു ഭാഗങ്ങൾ. അതുകൂടാതെ ഇതിൻ്റെ നമുക്ക് ക്രോസ് സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിളിൽ കുറച്ചും കൂടി ആ ഒരു കട്ട് ചെയ്യുന്ന ബ്ലേഡിൻ്റെ അവിടെയെല്ലാം കുറച്ച് ആംഗിൾ വരാനുണ്ട്. അതാണിത്. ആ ഒരു ലെങ്ത്തിനാ ഇത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി നോക്കുമ്പോഴാണ് ഇതിനാ നമ്മൾ എന്താ ട്രാൻസ്വേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് ആ ഒരു അഗ്രഭാഗം ഇവിടെ കാണുന്ന പോലെ നോക്കി വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്വേഴ്സ് ആയി കട്ട് ചെയ്ത് അഗ്രഭാഗം നമുക്ക് നേരെ നോക്കി വെച്ച് കഴിഞ്ഞാൽ വേറെയും ആംഗിൾസും വേറെയും ബോഡി പാർട്ടുകളും നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ആ കട്ടിന്റെ ഈ ഒരു ഭാഗത്തിനെയാണ് അതിന്റെ മാർജിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന് അതിന്റെ മാർജിൻ എന്ന് പറയും. മാർജിൻ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തിന് ഫ്ലാങ്ക് എന്ന് പറയും. മാർജിൻ കഴിഞ്ഞ് വരുന്ന ഇത്രയും ഭാഗത്തിന് അതിന്റെ ഫ്ലാങ്ക് എന്ന് പറയും. ഇതാണ് ഫ്ലാങ്ക്. ഇത്രയും ലെങ്ത്തിനെയാണ് അതിന് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഫ്ലാങ്കിനും മാർജിൻ കഴിഞ്ഞ് നേരെ ഇപ്പുറം വരുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് അതിന്റെ ഫേസ് എന്ന് പറയാറുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഫേസ് എന്ന് പറയാറുള്ളത്. ഓക്കെ അല്ലേ. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ മാർജിനും ഫേസും തമ്മിലാണ് ആംഗിൾ പോയിന്റ് ഉണ്ടാക്കുന്നത്. മാർജിനും ഫേസും തമ്മിലാണ് കട്ടിംഗ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അടിഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? അടിഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഫ്ലൂട്ട് എന്ന് പറയാറുണ്ട് അല്ലെ. അടിഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഫ്ലൂട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളൊന്ന് പഠിക്കണം. ഇതാണ് ഇതിന്റെ ഫ്ലൂട്ട്. ഇങ്ങോട്ട് മുകളിലേക്ക് വരുന്ന ഈ ഭാഗത്തിന്റെ ഫേസ് എന്ന് പറയും. ഈ ഒരു ഭാഗമാണ് അതിന്റെ മാർജിൻ. താഴോട്ടേക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് അതിന്റെ ഫ്ലാങ്ക്. ഫ്ലാങ്ക് കഴിഞ്ഞ് വരുന്ന കിട്ടുന്ന ആ ഒരു കോർണർ, ആ പോയിന്റിന് നമ്മൾ ഹീൽ എന്ന് പറയും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ക്രോസ് സെക്ഷനിലായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഇതിന്റെ റേക്ക് ആംഗിൾ ഏത് റേക്ക് ആംഗിൾ ആണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഏതാ? നെഗറ്റീവ് റേക്ക് ആംഗിൾ ആണ് ഏതിൽ വരുന്നത്? റീമറിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. എന്തെല്ലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഫ്ലൂട്ട് കാണാം. ഫ്ലൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് കാണാം. ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർജിൻ കാണാം. ഫ്ലാങ്ക് കാണാം. ഫ്ലാങ്കിന്റെ എൻഡിൽ വരുന്ന ഈ ഒരു പോർഷന് ഹീൽ എന്ന് പറയും. കൂടാതെ ഇതിന്റെ റേക്ക് ആംഗിൾ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു റീമറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റീമറിന്റെ ഇത്രയും ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. കൂടാതെ എന്താ, ഫ്ലൂട്ടിൽ തന്നെ വ്യത്യസ്തമായ ഫ്ലൂട്ടുകൾ വരുന്നുണ്ട് അല്ലെ. ഹെലിക്കൽ ഫ്ലൂട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്താ, നമുക്ക് സ്പ്ലിറ്റ് ഏതെങ്കിലും സർക്കുലർ സ്പ്ലിറ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നേരെയുള്ള ഫ്ലൂട്ട് യൂസ് ചെയ്യില്ല. എന്താ, ഹെലിക്കൽ ഫ്ലൂട്ട് യൂസ് ചെയ്യും. റീമറിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഭാഗങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. PSC എക്സാമിലായിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനായിക്കോട്ടെ, റീമറിന്റെ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊന്ന് പഠിക്കുക. ഇനി എന്താ അതിൽ ഫ്ലൂട്ടിലുള്ള വേരിയേഷനും ഭാഗങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ റീമറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചിട്ടയായ രീതിയിൽ തന്നെ പഠനം കൊണ്ടുപോകണം. 30-35 ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു റാങ്ക് എന്തായാലും സെക്യൂർ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം പഠിക്കുന്നതിലുപരി നിങ്ങൾക്ക് എന്താ ഒരു മെന്ററെ സഹായത്തോടെ പഠിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കുവാനും കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് നിങ്ങൾ സ്വയം പഠിക്കുന്ന ടൈമിൻ്റെ ഒരു
1/5 ടൈം മതിയാകും ഒരു മെൻറ്ററെ സഹായത്തോടെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ. അതായത് മെൻറ്ററെ സഹായത്തോടെ 5 ക്വസ്റ്റ്യൻ പഠിക്കുമ്പം നിങ്ങൾക്ക് സ്വയമേവ ഒരു ക്വസ്റ്റ്യനെ പഠിക്കാൻ പറ്റും. അതൊരു സത്യം തന്നെയാണ്. അപ്പോഴെന്താ നിങ്ങൾക്ക് നല്ലൊരു ഒരു മെൻറ്ററെ സഹായത്തോടെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും നമ്മളുടെ 30 days ഒരു ക്രാഷ് ആയിട്ടുള്ള ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ 30 ദിവസത്തേക്കുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്പർ ഇവിടെ ഉണ്ട്, വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8089200474 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഒരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്, അതായത് അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെന്താ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ റെക്കോർഡഡ് വീഡിയോ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംശയ നിവാരണത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു ലൈവായിട്ടുള്ള MCQs സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്കൊരു ഫാക്കൽറ്റീൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഒരു MCQ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ നമ്മളുടെ കോഴ്സ് 30 days കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക. 8089200474 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു റാങ്ക് കിട്ടട്ടെ, നല്ലൊരു റാങ്കിൽ എത്തട്ടെ. നിങ്ങളെ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, നിങ്ങളെ ഫിറ്ററെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല പോസ്റ്റുകളാണ് ഇതൊക്കെ അല്ലേ. നിങ്ങളുടെ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്ന പോസ്റ്റുകൾ തന്നെയാണ് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് ആയിക്കോട്ടെ, THS അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ ആയിക്കോട്ടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് പോളി ആയിക്കോട്ടെ, അവിടെയൊക്കെ ട്രേഡ്സ്മാൻ വേക്കൻസിയിലേക്ക് കയറാൻ പറ്റും. നല്ലൊരു വേക്കൻസി കൂടിയാണ്. ഒട്ടനവധി വേക്കൻസി നിലവിലുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഒട്ടും പിറകിലായത്. അപ്പം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫുൾ നോളേജ് അക്വയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ആ നമ്പറിലേക്ക് വിളിക്കുക. നമ്മളുടെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നമ്മളുടെ ടെക്നിക്കൽ PSC എന്ന് പറയുന്ന കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ടെക്നിക്കൽ PSC എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാകും. അപ്പോൾ വേറെ ഒരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.